Okay, good afternoon everyone. എനിക്ക് മലയാളത്തിലധികം സംസാരിക്കാൻ അറിയില്ല. ഇടയ്ക്ക് ഇംഗ്ലീഷിലേക്ക് മാറിപ്പോയാൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ത്രീകളും സ്വതന്ത്ര ചിന്തയും എന്നതായിരുന്നു. ദാറ്റ്സ് എ ടോപ്പിക് വിച്ച് ഐ ഗോട്ട്. പക്ഷേ ചെറിയൊരു മാറ്റം. ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദ ജെൻഡർ ഇക്വേഷൻസ് ഇൻ ഫ്രീ തോട്ട്. സ്ത്രീകളെ മാത്രമല്ല, പൊതുവിൽ സ്വതന്ത്ര ചിന്തയിലുള്ള ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ Virginia Woolf once said in her work A Room of One's Own, lock up your libraries if you like, but there is no gate, no lock and no bolt that you can set upon the freedom of my mind, and I live by that principle. എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ തടയാൻ ആർക്കും പറ്റില്ല. കാരണം ഞാൻ ഒരു ഇൻഡിവിജ്വലാണ്. ഐ ആം എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, സ്വതന്ത്ര ലോകം എന്ന് പേരിട്ട ഒരു പരിപാടിയിലേക്ക് വന്നു. ഇവിടെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നു. പക്ഷെ സ്വതന്ത്ര ചിന്ത എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഐ വുഡ് ലൈക്ക് ടു ടെൽ വാട്ട് ഐ ബിലീവ് ആസ് ഫ്രീ തോട്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്വതന്ത്ര ചിന്ത എന്നത് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്നതാണ്. അല്ലാതെ എവിടുന്നെങ്കിലും വായിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതോ ആയ കാര്യങ്ങൾ അതിൻ്റെ ആധികാരികത എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ അതേപടി വിശ്വസിച്ച് അതുപോലെ ചെയ്യുന്നതല്ല. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പേഴ്സണൽ വ്യൂ പോയിന്റ് that is based on rational thoughts which you can back up by scientific facts. So and common sense ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? സോ മൈ മെയിൻ ടോപ്പിക് ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം. എല്ലാവരും അതിനെക്കുറിച്ച് പറയും. ബട്ട് standing over here, I can literally count the number of women in this audience on my fingers. It's majority of men. ഇവിടെ സ്ത്രീകളെ എനിക്ക് വിരലിൽ എണ്ണാവുന്നവരെ മാത്രമേ ഉള്ളൂ. യൂണിസെഫിന്റെ ഡെഫിനിഷൻ പ്രകാരം ലിംഗസമത്വം എന്ന് വെച്ചാൽ when women and men and girls and boys enjoy the same rights, resources, opportunities and protections. സ്ത്രീകളും പുരുഷന്മാരും ലിംഗഭേദമന്യേ എല്ലാ റൈറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ that is gender equality. So it's basically when women and men have equal treatment, when there is no difference between a man and a woman. It's a human right. ഒരു മനുഷ്യാവകാശമാണ്. മനുഷ്യനായാൽ അത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ നിങ്ങൾക്ക് ഈ അവകാശം ഉണ്ടായിരിക്കണം. യാതൊരു റൂൾ ബുക്സിലും നിങ്ങൾക്ക് no one has a right to write that these rules are just for women and these rules are just for men. That is again my opinion, which I think. So in free thought, സ്വതന്ത്ര ചിന്തയിൽ പൊതുവെ ലിംഗസമത്വം ഉണ്ടെന്നാണ് പറയുക. Because it's always been free thinkers who first upheld a woman's rights to think and her right to vote, whether it is a woman's right to own property. You can always see that the first ones to advocate that has always been, in some or the other ways, a free thinker, from the way they have been telling things. But the thing is it really so? Because again, as I first said, I don't see many women here. അധികം സ്ത്രീകളെ ഞാനിവിടെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് ഇതിനു വേണ്ടി? ഈയിടെയായിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു. It was about a woman writing her experience of attending a free thought meeting just like this. The woman was ആ സ്ത്രീ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫ്രീ തോട്ട് മൂവ്മെന്റിന്റെ ഡയറക്ടറാണ്. She went to a free thought meeting which was held by Ohio Free Thought Association. അവിടെ വന്ന 300ഓളം ആളുകളിൽ വെറും 20% പേര് മാത്രമേ സ്ത്രീകളായിരുന്നുള്ളൂ. So they initiated a debate on gender equality. അവരിത് എഴുതിയ അവരുടെ ബ്ലോഗിൽ വായിച്ചതാണ് ഞാൻ. അവർ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ
even when the women raised their hands to speak, they always, the others, it seemed like they were making it a point. You have no right to speak over here. Like, you don't know much about this, or something like that. So, yes, they always say that a woman is the weaker sex or the fairer sex, but does that mean that we are really weak? I mean, സ്ത്രീ അബലയാണ് എന്ന് പറയും, പക്ഷെ സ്ത്രീക്കറിയാം സ്ത്രീ ശരിക്കും അബലയല്ല എന്ന്. അപ്പം എന്തുകൊണ്ടാണ് പൊതുവിൽ സ്ത്രീ അബലയാണ് എന്ന് വരുന്നത്? So I just put this so that I wanted to know about the women who had made a name for themselves in history. You might know most of them. On the right-hand corner, on the left-hand corner, you have Avvaiyar, Tamil Kavaitriyayirunnu പഴയ കാലത്തെ. Then Mary de France, Hypatia. Everyone should know Hypatia, I believe. കാരണം ഹൈപേഷ്യയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഗ്രീക്കില് അലക്സാൻഡ്രിയയിലെ അന്നത്തെ കാലത്ത് ഒരേ ഒരു സ്ത്രീ മാത്തമാറ്റീഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിലെ ക്യൂറേറ്റർ കൂടിയായിരുന്നു അവര്. ഫാദർ വാസ് ഓൾസോ എ മാത്തമാറ്റീഷ്യൻ. ബട്ട് ദി തിങ് വാസ്, ആളുകൾക്ക് പൊതുവെ അവരുടെ റാഡിക്കലായിട്ടുള്ള ഐഡിയാസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ദിവസം she was lynched by the mob and killed. So someone who had such an aptitude in maths, someone who could have changed a lot of things, got killed just because she chose to live free. And then you have Ban Zhao, that is, she was a Chinese philosopher. Then Razia Sultana, ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൻ വാരിയർ, ആൻഡ് ഷി വാസ് ഓൾസോ എ ലീഡർ. ഡൽഹി സാൽത്തനേറ്റില് എംപ്രസ് ആയിരുന്നു കുറച്ചു കാലം. ബട്ട് അഗൈൻ ഷി വാസ് ഓൾസോ കിൽഡ്, ഐ തിങ്ക്. ദെൻ Ernestine Rose, she was a philosopher, and she got kicked out of her house because she said she doesn't believe in the religion she was born into, which was Judaism. And the other person is actually a Sufi saint. Her name is Rabia, and she was the first woman Sufi saint. And again, she was also a free person, though a believer, yes. So, ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, I want to cross-examine why women are not coming out. Is it because of something related to religion or society, or does it actually have any scientific basis? എന്തുകൊണ്ട് സ്ത്രീകൾ മതപരമായ കാര്യങ്ങൾ കൊണ്ടാണോ സമൂഹത്തിന് മുന്നിലേക്ക് വരാത്ത, അതോ സാമൂഹികമായ കാര്യങ്ങൾ കൊണ്ടാണോ, അതോ ശാസ്ത്രീയമായിട്ട് അതിന് ശരിക്കും എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ടോ? So we start with religion. മതത്തിന്റെ കാര്യം നോക്കിയാൽ മിക്കവാറും ഉള്ള എല്ലാ മേജർ മതങ്ങളും സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങൾ വെച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവർ എപ്പോഴും എല്ലാ മതങ്ങളും, അത് ഏത് സെമിറ്റിക് മതം ആയിക്കോട്ടെ, ഹിന്ദുയിസം ആയിക്കോട്ടെ, whatever it may be, അവരെല്ലാവരും പറയുന്നത് സ്ത്രീന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി വീട് നോക്കുക, കുടുംബം നോക്കുക, കുട്ടികളെ വളർത്തുക, അവരെ പഠിപ്പിക്കുക. ബി എൻ എക്സാമ്പിൾ ടു യുവർ ചിൽഡ്രൻ, യു റേസ് ദം. സോ ആസ് എൻ എക്സാമ്പിൾ, ഖുറാനില് സൂറത്ത് അൽ ബഖറയില് പറയുന്നുണ്ട്, and due to the wives is similar to what is expected of them. But what one has to notice, ഈ ആയത്തിൽ പറയുന്നു, but the men have a degree over them in responsibility and authority. Okay, പക്ഷെ ഇത് പറഞ്ഞാൽ അധികം ആർക്കും അത്ഭുതം ഉണ്ടാവില്ല, because everyone knows that Islam usually oppresses women. അതിന് സൗദി അറേബ്യയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അല്ലേ? So next is, in Bible, one part says that I do not permit a woman to teach or to exercise authority over a man. Rather, she is to remain quiet. So a woman has to always remain quiet. She's not supposed to speak. Okay. Manusmritiil, it's even one degree ahead, I think. അവർ പറയുന്നു, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ വീട്ടിൽ പോലും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അവർ
അവരുടെ ഭർത്താവിൻ്റെയോ ഏതെങ്കിലും പുരുഷൻ്റെയോ വീട്ടിലെ അവരുടെ പുരുഷൻ്റെയോ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. 1000 Splendid Suns, it's one of my favorite books by Khaled Hosseini. അതിൻ്റെ അകത്ത് there's this quote that he has said, like a compass needle that points north, a man's accusing finger always finds a woman. Always. ഒരു പുരുഷന് എപ്പോഴെങ്കിലും കുറ്റം പറയാൻ തോന്നുമ്പോൾ അവൻ്റെ ചൂണ്ടുവിരൽ എപ്പോഴും ഒരു സ്ത്രീയുടെ മേലേ വീഴുകയുള്ളൂ എന്ന്. മതത്തിന്റെ കാര്യം അങ്ങനെ. സമൂഹത്തിന്റെ കാര്യം എന്താണ്? സാമൂഹികമായിട്ട് നോക്കുമ്പോൾ കൾച്ചേഴ്സും ട്രഡീഷൻസും ഒരു സ്ത്രീയുടെ സോൾ റോൾ ഒരു അമ്മയാവുക എന്ന് പറയുന്നതാണ്. ഈയിടെ ആ ഒരു ഇതിൽ ഇവിടെ I think it was Calicut University again, there was this big controversy for the Golden Mother Award. ഒരു അമ്മയായ സ്ത്രീക്ക് മാത്രം കൊടുക്കുന്ന റെക്കഗ്നിഷൻ്റെ അവാർഡ്. I really found that absurd. I mean, I read about it. I don't know, I think it was Calicut University, and അത് കോടതി വരെ പോയി. I don't know what happened later. എന്ന് വെച്ച് പുരുഷാധിപത്യപരമായ സമൂഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടോ? അല്ല, സ്ത്രീകൾക്ക് ഒരു ആധിപത്യമുള്ള സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ പലപ്പോഴും patriarchal കാര്യങ്ങൾ കൊണ്ട് I'd say they drowned out. കാരണം due to invasions, trade, or somehow. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ നോർത്ത് മലബാറിലുള്ള കാര്യം തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ബിഫോർ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ബേസിക്കലി. അപ്പം അവിടെ സ്ത്രീകളുടെ ഇറ്റ് യൂസ് ടു ബി എ matrilineal lineage for inheriting property. I don't know much about it, I've heard about it. Then how come it changed? Why did someone have to actually fight for women's right to property if it was there before? Now, biology, ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച്? Are opposite genders, is a male and a female really that different? Is a man and a woman really that different? Since I'm a genetist, I mean training to be a genetist, ഞാൻ ആദ്യം തന്നെ ജെനറ്റിക്സിന്റെ ബേസിസിൽ എന്താണ് സ്ത്രീയും പുരുഷനും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹ്യൂമൻ സെൽ ബേസിക്കലി വാട്ട് യു ആർ ഇസ് ഡിസൈഡഡ് ബൈ യുവർ DNA. നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആസ് എ സ്പീഷീസ്, ബയോളജിക്കലി സ്പീഷീസ്. ഞാൻ ബാക്കിയുള്ള മനുഷ്യനാവാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഫിസിയോളജിക്കലി പറയുമ്പം ഒരു മനുഷ്യനാവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം നിങ്ങളുടെ DNA ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഡിസൈഡ് യുവർ നമ്പർ ഓഫ് ക്രോമസോംസ്, യുവർ DNA, വാട്ട് ആർ സീക്വൻസസ് ആർ ദേർ, യുവർ ജീൻസ്. ദാറ്റ്സ് ഗോയിങ് ടു ഡിസൈഡ് whether you will be a human being or a chimpanzee or whatever. അപ്പം മനുഷ്യനിൽ you have 23 pairs of chromosomes, 23 pairs of chromosomes, total 46 chromosomes. അതിൽ 2 chromosomes-നെ ഞങ്ങൾ സെക്സ് chromosomes എന്നാണ് വിളിക്കുന്നത്, because that decide whether you will be a man or a woman. അപ്പം X, we are denoting it as X and Y. നിങ്ങൾക്ക് 2 X ക്രോമസോം ആണുള്ളതെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആയിരിക്കും. ഒരു X ക്രോമസോമോ ഒരു Y ക്രോമസോമോ ആണെങ്കിൽ നിങ്ങളൊരു പുരുഷനായിരിക്കും. ഈ അടുത്തിടെ ഈ Y ക്രോമസോം ഉള്ളത് കൊണ്ട് മാത്രമാണ് പുരുഷനാവുന്നത്. ഓക്കെ, അപ്പം ഈ Y ക്രോമസോം എവിടെ നിന്നാണ് പരിണമിച്ചത്? ഫ്രം വേർ ഡിഡ് ദാറ്റ് ഇവോൾവ്? ആൻഡ് ഇപ്പം ഇവല്യൂഷനിൽ ഈ Y ക്രോമസോമിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2003 ജീനോം ബയോളജിയിൽ വന്ന ഒരു പേപ്പറിൽ they actually had finished sequencing the Y chromosome, and Y chromosome sequences നിന്ന് അവർ കണ്ടുപിടിച്ചു എന്നാൽ they completely finished sequencing the Y chromosome, including the parts which were missed during the Human Genome Project in 2003, and they found that there were lots of sequences in Y chromosome that were similar to the X chromosome, nearly identical. സോ അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ Y ക്രോമോസോം ഇവോൾവ് ചെയ്തത് X ക്രോമോസോമിൽ നിന്നാണ്. അല്ലാതെ മുന്നേ മനുഷ്യ ജീവിവർഗം മമേലിയൻ പരിണാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ X ക്രോമോസോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, Y ക്രോമോസോം ഉണ്ടായിരുന്നില്ല. മറ്റൊരു
തിയറി ഹൈപ്പോത്തിസീസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്സ് ക്രോമോസോമിൻ്റെ ഒരു ഭാഗം അടർന്നു പോയിട്ടാണ് അത് വൈ ക്രോമോസോമായി മാറിയത് എന്ന്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ തന്നെ ഈ വൈ ക്രോമോസോം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. Not that it is insignificant, it's very small and it has only one major gene, that's the SRY gene. Y ക്രോമോസോമിൽ ആകെ ഒരു മേജർ ജീനേ ഉള്ളൂ, SRY. ആ ജീനാണ് നിങ്ങൾ പുരുഷനാകുന്നത് തീരുമാനിക്കുന്നത്. ഈ SRY ജീനിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയാം വേറൊരു ജീൻ എക്സ് ക്രോമോസോമിൻ്റെ മേലെയുണ്ട്. അതിൻ്റെ പേരാണ് ഡാക്സ് ജീൻ, DAX. ഈ ഡാക്സ് ജീന് പൊതുവെ SRY ജീനിനെ എവിടെ കിട്ടിയാലും അതിനെ അടിച്ചമർത്താൻ നോക്കുന്ന. ഡാക്സ് ജീൻ എക്സ്പ്രസ് ആയാൽ SRY ജീനിന് എക്സ്പ്രസ് ആവാൻ പറ്റില്ല. അപ്പം ഇൻ മെയിൽസ് there is usually only one DAX gene and somehow the SRY gene can mask itself. We call it gene masking usually. അപ്പം ഈ ഡാക്സ് ജീൻ അതുകൊണ്ട് പുരുഷന്മാരിൽ അധികം എക്സ്പ്രസ് ആവുന്നില്ല. പക്ഷെ സ്ത്രീകളിൽ ഡാക്സ് ജീൻ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഇൻ ഡബിൾ ആഫ്റ്റർ ഓൾ. And another one more thing is, this is something recent. എനിക്കറിയില്ല എത്ര പേര് ഇവിടെ മാട്രിലിൻ്റെ ജീനോം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ അകത്താണ് ഒരു ചാപ്റ്ററിൽ ഈ സെക്സ് ക്രോമോസോം വാസിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഹി ഹാസ് ലിസ്റ്റഡ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ചില ആളുകളുണ്ടാവും, like this has been actually proven that some people are there who are അവരുടെ ക്രോമോസോംസ് എടുത്ത് നോക്കിയാൽ അവർ XY ആയിരിക്കും, പക്ഷെ അവർ പുറമെ കാണാൻ സ്ത്രീകളായിരിക്കും. എല്ലാ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും അവർക്ക് സ്ത്രീകളുടെ ആയിരിക്കും. ബട്ട് ദേ ഹാവ് എ Y ക്രോമോസോം. ഇറ്റ്സ് നോട്ട്. വേറൊരു കേസ് ഉണ്ട്, XY. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ദീസ് പീപ്പിൾ ആർ നോർമൽ XY ബട്ട് ദേ ആർ സ്റ്റിൽ ഫീമെയിൽസ്. വൈ ഇസ് ദാറ്റ് സോ? അവർക്ക് ഈ ഡാക്സ് ജീൻ്റെ ഒരു കോപ്പി കൂടിയുണ്ട്. ഇറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് സിൻസ് ദർ ആർ 2 copies of DAX gene, the SRY can't stand anywhere. അതുകൊണ്ട് അവർ ഫിസിയോളജിക്കലി ഫീമെയിൽസ് ആയി മാറുന്നു, irrespective of the fact that they actually have a Y chromosome. And another thing is, ഈ Y chromosome, let's call it Y chromosome എപ്പോഴും ഡാക്സ് ജീൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ഇവോൾവിംഗ് ക്രോമോസോം ഇൻ ദ ഹ്യൂമൻ ബോഡി. അവർ പറയുന്നത് Y ക്രോമോസോം ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരു പക്ഷേ ഡീജനറേറ്റ് ആയിട്ടാണ് ഇന്നത്തെ സൈസിൽ എത്തിയത്. ഇനിയും കൂടുതൽ ഡീജനറേറ്റ് ആയാൽ SRY ജീൻ അപ്പാടെ പോയാൽ എന്താ അവസ്ഥ എന്ന് ആലോചിക്കാവുന്നതാണ്. ഇറ്റ് വിൽ ബി എ ഫീമെയിൽ വേൾഡ്. സ്ത്രീകൾ മാത്രമുള്ള ലോകം. മാത്രമല്ല, ഈ Y ക്രോമോസോം ഒരു കുട്ടിയുടെ, ഒരു ഫീറ്റസിൻ്റെ വളർച്ചാഘട്ടത്തിൻ്റെ ആദ്യത്തെ 5 to 6 weeks Y ക്രോമോസോം എക്സ്പ്രസ് ആവുന്നേ ഇല്ല. ആ സമയത്ത് ആർക്കും ജെനറ്റിക് അനാലിസിസും കാരിയോടൈപ്പിങ്ങും ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം വല്ല അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയാൽ ഈ കുട്ടി കാണുമ്പം ഫിസിയോളജിക്കലി പെൺകുട്ടിയായിരിക്കും. ദാറ്റ് അപ്ലൈസ് ടു എവ്രി വൺ. സോ വി വർ ഓൾ ഫീമെയിൽസ് വൺസ്. It's a fact. I'll show you a video regarding this, which is actually a cartoon, but still. So Mark Twain ഒരിക്കൽ പറഞ്ഞു, what would men be without women? Scarce, mighty scarce, because after all, man comes from woman. It's not the other way around as Bible says. So ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ there is no difference between a man and a woman, at least when it comes to genes. ഓക്കെ, ജീനിനെ വിടാം. ബാക്കി കാര്യങ്ങൾ, അനാറ്റമിക്കൽ ഡിഫറൻസസ്, സെക്ഷുവൽ ഡൈമോർഫിസം. സ്ത്രീയും പുരുഷനെയും കാണാൻ വ്യത്യാസമാണ്. ദാറ്റ്സ് there are lots of physical factors that's different. At least ഒരു physical factor we know, SRY gene. Most of the physical factors are due to SRY gene only because that activates testosterone production. അപ്പം ഈ സെക്ഷുവൽ ഡൈമോർഫിസം മെയിനായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, it's only in structure and function of the reproductive organs. Reproductive organsന്റെ വ്യത്യാസം മാത്രം, and related to that ഉള്ള മറ്റ് ഫിസിക്കലായിട്ട് പുറമെ കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ മാത്രം. പിന്നെ ചിലർ പറയും കോഗ്നിറ്റീവ് ഫങ്ഷൻ, സ്ത്രീ ചിന്തിക്കുന്നതും പുരുഷൻ ചിന്തിക്കുന്നതും വേറെ രീതിയിലാണ്. ഈവൻ there are people who say that men have bigger brains than women.
ഇത് പൊതുവെ എല്ലാവരും പറയുന്നതായിരുന്നു, ഐൻസ്റ്റീൻ്റെ ബ്രെയിനൊക്കെ വലുതായിരുന്നു, അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇത്രയും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും മറ്റുമൊക്കെ കണ്ടുപിടിച്ചത്. അതൊരിക്കലും ഒരു സ്ത്രീക്ക് കഴിയില്ല, കാരണം സ്ത്രീകളുടെ ബ്രെയിൻ ചെറുതാണെന്ന്. ബട്ട് ഇറ്റ്സ് നോട്ട് സോ. ആക്ച്വലി പുരുഷൻ്റെയും സ്ത്രീൻ്റെയും ബ്രെയിനിൻ്റെ സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിൻ ഡിഫറൻസ് ഇസ് ദർ ആർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ ഒരുപാട് റീജിയൻസ് ഉണ്ട്. അതിൽ ചില റീജിയൻസ് അത് ഓരോ ഇൻഡിവിജ്വലാണ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാത്രം വ്യത്യാസമല്ല. എൻ്റെ ബ്രെയിനിൻ്റെ ഓരോ റീജിയൻ്റെയും പോലെ ആയിരിക്കില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെയോ എൻ്റെ അച്ഛൻ്റെയോ ഈവൻ നിങ്ങളിൽ ഓരോരുത്തരുടെയോ ബ്രെയിനിൻ്റെ സൈസസ്. അത് ഓരോ റീജിയനും സ്പെസിഫിക് ആയിരിക്കും. ഒരാൾക്ക് ലാംഗ്വേജിന് മാത്രമുള്ള റീജിയൻ ആയിരിക്കും വലുത്, കുറച്ച് വലുത്. അത് ഒരു റീജിയൻ വലുതാണെന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ മൊത്തം സൈസിലെ വലിപ്പമല്ല മാറ്റുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ റീജിയൻ ഇസ് സ്പ്രെഡ് ഔട്ട് ഓർ ഇറ്റ് ഹാസ്. ഈ ബ്രെയിനിന് മേലെ ഒരുപാട് ഗ്രൂവ്സ് ഉണ്ട്. വി കോൾ ഇറ്റ് സൾസ ആൻഡ് ഗൈറസ്, right? I mean, I'm not very well versed in neuroscience, but still, I like the subject, so I read a lot in that subject. So our grooves എത്രത്തോളം കൂടുന്നോ അതിൻ്റെ സർഫേസ് ഏരിയ, that's what determines what that the function is or the functions, the how deep that function is. അപ്പം ഓരോ റീജിയൻ്റെ സർഫേസ് ഏരിയൻ്റെ വ്യത്യാസം മാത്രമാണ്. അത് ഒരാൾക്ക് മാത്സിലായിരിക്കും, മാത്സിൻ്റെ റീജിയൻ ആയിരിക്കും വലുത്, ഒരാൾക്ക് ലാംഗ്വേജിൻ്റെ റീജിയൻ ആയിരിക്കും വലുത്, ഒരാൾക്ക് ക്രിയേറ്റീവ് റീജിയൻ ആയിരിക്കും വലുത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വൺ ഇസ് ബിഗർ ഇൻ മെയിൽസ് ആൻഡ് വൺ ഇസ് ബിഗർ ഇൻ ഫീമെയിൽസ്. It can be interchanged. Anyways, it depends on an individual. Again, it depends on how an individual is brought up. ഒരാൾ ഒരുപാട് മാത്സിൽ ഒരുപാട് എക്സ്പോഷർ കൊടുത്ത് അയാൾ അത് ഇഷ്ടപ്പെട്ട് വളർന്നതാണെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് എ മെയിൽ ഓർ എ ഫീമെയിൽ, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി എ മാത്തമാറ്റീഷ്യൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വെദർ ഇറ്റ് ഹാസ് ടു ബി എ ബോയ് ഓർ ഗേൾ. സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഐ വാസ് നോട്ട് വെരി ഗുഡ് വിത്ത് ഫിസിക്സ്. എനിക്ക് ഫിസിക്സ് ഒരിക്കലും അധികം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. കാരണം സ്കൂളിൽ ഒരിക്കലും എന്നെ ഫിസിക്സിൽ ഒരു ഡെറിവേഷനും നേരാവണ്ണം പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും ഒന്നും മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടില്ല. അത് അതേപടി ബൈഹാർട്ട് പഠിക്കുക, ബൈഹാർട്ട് പഠിച്ചത് അതുപോലെ പരീക്ഷ എഴുതാന്നുള്ള ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അത് മനസ്സിലാക്കി അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ നേച്ചറിലുള്ള അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി ഞാനൊരിക്കലും പഠിച്ചിട്ടില്ല. So naturally I don't like physics that much. But that doesn't mean that a woman can't study physics. There are physicists, women physicists. Okay, ഒരാൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വളരുന്നു എന്നത് കൂടി ഒരാളുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിനെ ഒരുപാട് സഹായിക്കും. So why are we actually talking about this now? One thing is the actual relevance. ഒരു കാര്യം, what I've always said, ഇവിടെ അധികം സ്ത്രീകളെ ഞാൻ കാണുന്നില്ല. I see very few people. Another thing is, 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ പൊതുവെ ലിബറേറ്റഡ് ആണ്, പൊതുവെ എല്ലാ ഫ്രീഡംസും ഉള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ ലിബറേറ്റഡ് ആണോ? A woman has to live her life or live to repent not having lived it. D.H. Lawrence, Lady Chatterley's Lover എന്ന വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള നോവലിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സ്ത്രീ അവളുടെ ജീവിതം ജീവിക്കണം, അവൾ ജീവിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ജീവിക്കേണ്ടി വരുമെന്ന്. ഇന്നും ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്, സമൂഹങ്ങളുണ്ട്, സ്ത്രീ പുരുഷനേക്കാളും താഴെയാണ് എന്ന് വിചാരിക്കുന്നവർ. പൊതുവെ ഈ സൊസൈറ്റികളെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഫോളോ ചെയ്യുന്നതാണ്. എന്നിട്ടും ഞങ്ങൾ പറയുന്നു ഞങ്ങളെല്ലാവരും സിവിലൈസ്ഡ് ആണ് എന്നൊക്കെ. I mean, it's really sad. We can't call ourselves civilized or free until and unless the woman of the society is free. ഇന്ത്യയിലെ കാര്യം എന്താണ്? വേദങ്ങൾ എടുത്തു നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. That you know that the woman is the light of your house. She has to be, they say a lot of things. സ്ത്രീകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ at the end of the day അവരും സ്ത്രീ വീട്ടിൻ്റെ വെളിച്ചമാണ്, നാട്ടിൻ്റെ വെളിച്ചമല്ല. Why is that so? ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 132. That is, we are a country, we are a nation that actually has a lot of gender inequality. Okay,
ഒരു പക്ഷേ ഒരു 100 വർഷം മുമ്പത്തെ സമൂഹമായിരിക്കില്ല എന്ന്. പക്ഷെ എന്നിട്ടും അത്ര ദൂരമൊന്നും മുന്നോട്ട് പോയിട്ട് ഒരു ഒച്ചിനെ പോലെ ഇഴയാണ് ലിംഗസമത്വത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. ഈവൻ വിമൻസ് റിസർവേഷൻ ബിൽ ദാറ്റ് ഇസ് നോട്ട് യെറ്റ് പാസ്ഡ്. എഡ്യൂക്കേഷൻ്റെ കാര്യം എടുത്താൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ് ഓൾ ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ, റൈറ്റ്? ഒരു ചെറിയ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് തന്നെ ആ കുട്ടി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറാനാണ്. That's not just in case of financial or how much success that person is going to have. The success of a person, I believe, is truly in what that person becomes later on as a human being. നിങ്ങൾ പഠിക്കേണ്ടത്, വിദ്യാഭ്യാസം നേടേണ്ടത് ശരിയായ ഒരു മനുഷ്യനാവാനാണ്. അല്ലാതെ വലിയ ഡിഗ്രി എടുക്കാനോ അല്ലാണ്ട് വലിയ ജോലി കിട്ടാനോ ഒരുപാട് പണം ഉണ്ടാക്കാനോ ഒന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇന്നത്തെ സ്കൂളുകളിൽ കൂടി ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു പീപ്പിൾ വിൽ ആക്ച്വലി നോ ദിസ്, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരുപാട് മാറ്റി നിർത്തുന്നുണ്ട്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ മൈസെൽഫ് എക്സ്പീരിയൻസ്ഡ്. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ്. അതുവരെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പല സ്കൂളുകളിലായിട്ട് പഠിച്ചു. പക്ഷെ അതെല്ലാം ഗൾഫ് കൺട്രീസിലായതുകൊണ്ട് മിക്കവാറും ഗേൾസ് ഓൺലി സ്കൂൾസ് ആയിരുന്നു. സോ ഫൈനലി വെൻ ഐ കെയിം ബാക്ക് ടു കേരള, തിരിച്ച് നാട്ടിൽ വന്നപ്പം one of the main things was, okay, finally I'll get to study in a co-education school and finally I'll be a normal person, like able to talk to other people as a normal person. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ക്ലാസ്സിൽ കുട്ടികൾ സംസാരിക്കുന്ന കണ്ടാൽ ഉടനെ ചാടി വരും ടീച്ചർമാർ വടിയോ എടുത്തിട്ട് അല്ലെങ്കിൽ സസ്പെൻഷനും കൊണ്ട്. ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇസ് സംതിങ് അക്കാഡമിക്, the first thing they say is, okay, you people are flirting with each other and not studying. We were separated like that. I'm sure there are lots of schools that follow this thing, especially religious school. I have to mention that also. ഞാനൊരു മതപരമായ ഒരു ന്യൂനപക്ഷ സ്കൂൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഗോഡ്മാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. So maybe because of that also. Another thing is, there is no sex education in schools. സ്കൂൾസിൽ ആരും സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഉള്ള ഒരു ചാപ്റ്റർ കിട്ടിയത് 12th സ്റ്റാൻഡേർഡിൽ ഞാൻ ബയോളജിയാണ് എടുത്തത്. അതുകൊണ്ട് മാത്രം ഒരു 4th യൂണിറ്റിൽ ബയോളജി ടെക്സ്റ്റിൽ there was this tiny chapter comprising of some 4-5 pages. That was all the sex education that we got. And that too, there were all these great debates going on in class. ആ ചാപ്റ്ററിന്റെ അവസാനം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ like what will happen if women are given power in society or something. It was related to women's empowerment. ആൻഡ് എൻ്റെ ക്ലാസ്സിൽ ഞങ്ങളുടെ ടീച്ചർ അത് ഞങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടി തുറന്നു തന്നപ്പം എൻ്റെ ക്ലാസ്സിലെ ഒരു ചെറുക്കൻ എണീറ്റ് നിന്ന് പറയാ, പെൺകുട്ടികൾക്ക് അവകാശങ്ങളും വിദ്യാഭ്യാസമൊക്കെ കൊടുത്താൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ഉണ്ടാവുന്നു. I mean, really, that was really, I got very angry when hearing that. In this 21st century, 21ാം നൂറ്റാണ്ടിൽ there are people who think like that. Obviously, ആ കുട്ടി വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കാണ്ട് ആ കുട്ടി ഒരിക്കലും വന്നിട്ട് അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. That was how he was taught. That was how he was brought up, saying that since you're a boy, you're one notch higher than a girl. Jamaat-e Islamiയുടെ Secretary General Nusrat Ali, Delhi rape case. Okay, I know this is cliched since everyone has been talking about Delhi rape case recently, but still. അയാൾ പറഞ്ഞത്, co-education should be abolished and proper education facilities meant exclusively for women should be available at all levels of education. Educational institutions should prescribe sober and dignified dress for girls. Delhi rape case നടന്നത് ആ കുട്ടി പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I mean, sorry person, whoever you are. Okay, മറ്റൊരു കാര്യം, these are prominent people, prominent women in society who actually said this during different instances of violence against women. Sheila Dikshit said about Soumya Vishwanathan, a journalist who was murdered in 2008, all by herself till 3 a.m. at night, you should not be so adventurous. അവരൊരു ജേർണലിസ്റ്റാണ്, അവരുടെ ജോലി ചെയ്യായിരുന്നു, തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. She got murdered while doing her duty does not mean that a woman should not work as a journalist. And she was a Delhi chief minister at that time, and that really saddens. And she herself is a woman. മറ്റൊരു കാര്യം, Dr. Anita Shukla, she's a scientist, and she said that
this was again during the Delhi rape case. She said that had the girl simply surrendered and not resisted when surrounded by 6 men, she would not have lost her intestine. Reading the newspapers at that time, I really wanted to cry. കാരണം ഒരു പെൺകുട്ടി അവള് ഇത്രയും ക്രൂരത അനുഭവിച്ചതിന് ശേഷം മരിച്ചു. And all you can do is blame upon her. അവള് മാത്രമല്ല, I'm sure there are hundreds of women being subjected to violence every day, okay, every minute of the day, and still all you can do is blame the girl or the woman for whatever wrong has happened to her. I mean, that's really immature thinking, I would say. മറ്റൊന്ന് സ്ത്രീകളും ശാസ്ത്രവും. All these are prominent women scientists. Martha Chase, Marie Curie, Rita Montalcini, Rosalind Franklin. I really am a great admirer of Rosalind Franklin. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാണ് DNA സ്ട്രക്ചർ. അവരില്ലായിരുന്നെങ്കിൽ DNA സ്ട്രക്ചർ ആ സമയത്ത് കണ്ടുപിടിക്കുക, വാലിഡേറ്റ് ചെയ്യുക, ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ. അവരുടെ ആ എക്സ്റേ പിക്ചേഴ്സ്, ദാറ്റ് ഹെൽപ് ദം എ ലോട്ട്. ദാറ്റ് വൺ ഹാസ് ടു അഗ്രി. വാച്ചിനും ക്രിക്കും they did work. അവർ മോഡൽ ഉണ്ടാക്കിയത് ഇവരുടെ എക്സ്റേ ഫോട്ടോഗ്രാഫ്സ് കൊണ്ടാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു ഹെർ അറ്റ് ദി എൻഡ്? വാച്ചിനും ക്രിക്കും വിൽക്കിൻസും നോബൽ പ്രൈസും കൊണ്ടുപോയി. ഇവർ പാവം ക്യാൻസർ വന്ന് മരിച്ചു, ജീവിതകാലത്ത് യാതൊരു റെക്കഗ്നിഷനും ഇല്ലാതെ. വൈ? ബിക്കോസ് ഷീ യൂസ്ഡ് ടു സ്റ്റാൻഡ് ഹെർ ഗ്രൗണ്ട്. അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഡബിൾ ഹെലിക്സിൽ വാട്സന്റെ പകുതി ആത്മകഥ എന്ന് നമുക്ക് പറയാം. ഡബിൾ ഹെലിക്സിൽ ഒരു ഭാഗത്ത് വാട്സൺ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ലാബില്, ഇവരുടെ കിങ്സ് കോളേജിലെ ലാബില് ഇവർക്കുണ്ടായിരുന്ന പ്രശ്നം, അവിടെ ആകെ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സയന്റിസ്റ്റ് ആയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ when the men had a huge hall as their coffee room, these women were forced to take their coffee break in a small abandoned storeroom which didn't even have ventilation. I mean, that was the case in King's College at that time. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ, yes, Rosalind Franklin, she was very aggressive. She was totally, aggressive towards her male colleagues. But I'd support her in that case because she didn't have any other choice. If she had to stand her ground at that time, then she had to fight for it. Then Barbara McClintock, ഇവിടെ Tessie Thomas, maybe she's a rocket woman of India, and she was the only woman scientist of some prominence that I could find, and that was really saddening. And Jane Goodall and Adayonath. So while looking for this, I wanted to check out how many women have got Nobel Prize, and this is a chart that I have come up. That is physics-il 2 പേർക്ക്, 2 സ്ത്രീകൾക്ക് ഇന്നേവരെ ആയിട്ട് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. കെമിസ്ട്രിയിൽ 4 പേർക്ക്. I mean, just look at the discrepancy over there. സ്ത്രീകൾ എന്താ ഫിസിസിസ്റ്റും കെമിസ്റ്റും ഒന്നും ആവണില്ല എന്നാണോ, അതോ there is actually something wrong somewhere, I would say. So not only this, it's not just that the women in scientific community is very less compared to men. I went on to work in internships during my studies. ഞാൻ രണ്ട് ഇന്റേൺഷിപ്പ് ചെയ്തു. ആ സമയത്തെല്ലാം ഞാൻ പോയി വർക്ക് ചെയ്ത ലാബുകളിലുള്ള PhD ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ലക്ഷ്യം PhD ചെയ്ത് തീർക്കുക എന്നതിലുപരി എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കുക എന്നായിരുന്നു. അവരുടെ അടുത്ത് ഇനിയൊന്നും ചെയ്യുന്നില്ലേ, റിസർച്ചിലേക്ക് ശരിക്കും പോണില്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്യാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല, ഇല്ലേ കല്യാണം കഴിഞ്ഞ് പോയ ഒരിടത്ത് സെറ്റിൽ ആവുമല്ലോ, ഭർത്താവ് നോക്കിക്കോളും എന്നൊക്കെ പറയായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ another one more thing is, ഇവരെല്ലാം ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. I was the only odd one out in the lab. ലാബിൽ ഞാൻ മാത്രം ലാബിൽ ഇവരൊക്കെ ഉണ്ടാവും, ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നു. 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കുന്ന് എന്തെങ്കിലും കാര്യമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ട്രെയിനീസിൻ്റെ തലയിലിട്ടിട്ട് പറയും, അമ്പലത്തിൽ പോകാനുണ്ട്, പൂജയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ.
So that was really sad. So that is majority of women in the field of science in India actually conform to age-old beliefs, and that's extremely saddening. So what do I think of all this, of what the state of women is due to? സ്ത്രീകൾ സ്വയം സംസാരിക്കണം, അവർ പുറത്തേക്ക് വരണം. It's not that someone is going to make some bill for you sitting somewhere. I mean, why do you have to rely on men to make your bills? Come out and speak up. That's what I'd say. കാരണം നിങ്ങൾ മനുഷ്യരാണ്. As I said before, you have the same DNA that characterizes you into human beings. You're also Homo sapien sapien. So it's just that you belong to a different gender, and gender does not mean anything. So why don't you just come out and speak up? That's what I'd say. And that does not require somebody to make bills for you. And another thing is to parents, that they have to treat their daughters and sons equally. കാരണം ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചത് കാരണം അങ്ങനെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഉള്ള അവസരം ലഭിച്ചത് കാരണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പുസ്തകങ്ങൾക്ക് ഒരു എന്താ പറയുക യാതൊരു തടയും ഇല്ലാണ്ട് എന്തും വായിക്കാനുള്ള അവകാശം കിട്ടിയിരുന്നത് ഒരു പക്ഷേ എനിക്ക് മാത്രമായിരിക്കും. Rest everyone, either they couldn't read anything other than their academic textbooks, or they were not allowed to read certain subjects. I mean, it was really saddening. So it's just that whatever they read, just let them read. Just let them break the shackles on their thoughts, because that is what one has to bring their children up for, to think freely. So, thank you.